സുഖം, സന്തോഷം, ശാന്തം, സുന്ദരം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഡയലോഗ് അടികൾ ഉണ്ടായിരുന്നില്ല, വലിയ തള്ളുകളൊന്നും ഉണ്ടായിരുന്നില്ല, അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആനയാണ്, ചക്കയാണ്, മാങ്ങാത്തോലിയാണ്, ചക്കച്ചുളയാണ്, ഉണ്ടമ്പൊരിയാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി അഭിനയിക്കുന്നു, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, JVM ഡയറക്റ്റ് ചെയ്യുന്നു, ഒരു ടീസർ വന്നു, ട്രെയിലർ വന്നു, പിന്നെ JVM ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ കൊടുത്തു. അതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ആന മുട്ടയുണ്ട്, അമ്പഴങ്ങയുണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പരിപാടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ സൈലൻ്റായിട്ട് വന്നൊരു സിനിമയാണ്. ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട പോസിറ്റീവ് അത്. എനിക്ക് ആ അപ്രോച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് നല്ലത്. ഇപ്പം എന്താണ് സംഗതി സൈലൻ്റ് ആയിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയ കാര്യം കേട്ടോ പറയണം. എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയണത്. പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ലൊരു സിനിമ, നീറ്റായിട്ടുള്ളൊരു സിനിമ, അന്തസ്സുള്ളൊരു സിനിമ. എനിക്കെന്തോ ആ ഒരു വാക്ക് ഉപയോഗിക്കാനാണ് വളരെ ആത്മാർത്ഥമായിട്ട്, ചുരുക്കത്തിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാനാണ് തോന്നുന്നത്. അന്തസ്സുള്ളൊരു സിനിമ എന്ന്. അതിനർത്ഥം ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളും ഇനി ഇറങ്ങാൻ വേണ്ടി പോണ സിനിമകൾക്കൊന്നും അന്തസ്സില്ല, ഈ സിനിമയ്ക്ക് മാത്രമേ അന്തസ്സുള്ളൂ, അതൊന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കെന്തോ ഈ സിനിമ കണ്ട് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ് അന്തസ്സുള്ളൊരു സിനിമ. ഈ ഒരു സാധനം മനസ്സിൽ വന്നതാണ്. അപ്പം ഞാൻ ജെനുവിൻലി എൻ്റെ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തും കൂടി അത് ഷെയർ ചെയ്തു എന്ന് മാത്രം. പിന്നെ എൻ്റെ തമ്പനികൾ നിങ്ങൾ കണ്ടല്ലോ, വലിയ അത്ഭുതമൊന്നുമില്ല എന്ന്. സത്യമാണ്, എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാര്യം ഈ സിനിമയുടെ ടീസറും ട്രെയിലറും വന്ന സമയത്ത്, അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ, തള്ളലാണെന്നോ മാങ്ങാതോലിയാണോ എന്തോ വിചാരിച്ചോ, നോ ഇഷ്യൂസ്. പക്ഷെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ലൊരു സിനിമയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. കാരണം മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമുണ്ട്. മമ്മൂട്ടി കമ്പനി ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകൾ നമുക്കറിയാം എത്രത്തിലുള്ളതാണെന്ന്. പിന്നെ ആൻഡ് ഓഫ് കോഴ്സ് JVM നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്, നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിലും അതേ ഫീല് കിട്ടി, സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല എന്ന്. പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്, അത്ഭുതമായിട്ടൊന്നും എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതാണ് നല്ലൊരു സിനിമയായിരിക്കുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് വളരെ ഷോർട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. നല്ലൊരു സിനിമ, നീറ്റായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ചുകൂടി കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മമ്മൂട്ടി ഡിറ്റക്റ്റീവാണ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പരിപാടികൾ അങ്ങനെയല്ല തുടങ്ങുന്നത്. മൂപ്പര് നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. ഒരു കോമിക്കായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ അത് എനിക്ക് നല്ല രീതിയിൽ വർക്കായി. മൂപ്പരുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, ഡയലോഗ്സ് ആയിക്കോട്ടെ, അത് ഡെലിവർ ചെയ്ത രീതി ആയിക്കോട്ടെ, മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ JVM പ്ലേസ് ചെയ്തത് ഉഷാറായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. പിന്നെ ഗോകുൽ സുരേഷും മമ്മൂക്കിയും തമ്മിലുള്ള കോംബോ ഇത് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള ഒട്ടുമിക്ക കോമഡി, അതായത് കോമഡി എന്നുള്ള രീതിയിലൊന്നും എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല. ബട്ട് ഇങ്ങനെ സിറ്റുവേഷനിൽ വരുന്ന സംഭവങ്ങളൊക്കെ നല്ല നൈസായിട്ട് പോയിട്ടുണ്ട്, നല്ല ഫ്ലോയിൽ അങ്ങ് പോയിട്ടുണ്ട്. അത് നല്ല രസകരമായിരുന്നു. അപ്പോൾ ആദ്യം ഇതിൻ്റെ അകത്ത് നല്ല മമ്മൂക്ക, അതായത് ഡൊമിനിക് വന്നിട്ട് ചെറിയ അലമ്പ് കേസുകളും പരിപാടികളൊക്കെ ഇങ്ങനെ തമാശ രൂപത്തിലുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഒരു പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അങ്ങനെ ആ ഒരു അന്വേഷണമായിട്ട് ഇറങ്ങുന്നു. പിന്നെ സംഭവം വളരെ സീരിയസ് ആയിട്ടുള്ള പരിപാടിയിലേക്ക് അങ്ങ് ഇറങ്ങുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പരിപാടി പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഓഫ് കോഴ്സ് തമാശകളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ചെറുതായിട്ടൊരു എന്താ പറയുക, കുറച്ച് മെല്ലെ പോണ പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര എൻഗേജിങ് ആയിട്ട്, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു സീരിയസ്നെസ് നമുക്ക് കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവാനും കൂടുതൽ നമുക്ക് അവരുടെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് സംഗതി ഏതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോയിട്ട് സിനിമ കാണ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ സാധനം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ വളരെ കോമിക്കായിട്ടുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറും സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുന്നു. പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു പരിപാടിയിലേക്കൊക്കെ അങ്ങ് എത്തുന്നു. അപ്പോൾ ഓവറോൾ ഈ സിനിമ നോക്കുന്ന സമയത്ത് എന്താണ് സൈലൻ്റ് ആയിട്ട് വന്നു, നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട്
ഇപ്പം എൻ്റെ കാര്യം എനിക്കറിയാം, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. ഒരു റിവ്യൂസ് ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊന്നും കേട്ടിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതെല്ലാ തരം ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കോമഡി എനിക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഫാമിലി ഓഡിയൻസ് അവർക്ക് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ചില പരിപാടികളൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടൊക്കെ തോന്നുന്നതാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. ഓവറോൾ ഒരു ഗുഡ് മൂവിയാണ്, ഓടുന്നൊരു മൂവിയാണ്. നന്നായിട്ട് ഓടാൻ പോസിറ്റീവായിട്ട് ഓടാനുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. പിന്നെ ഗോകുൽ സുരേഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു, രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം ഹാപ്പി ഫോർ ഹിം. കാരണം ഗഗനാചാരി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ആക്ച്വലി നോക്കി വെച്ചാണ് ഈ ചെങ്ങായി ഭാവം നല്ല കുറച്ചും കൂടി ഒരു വലിയ പടത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നാൽ നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ലൊരു ക്യാരക്ടറാണ് ആക്ച്വലി കിട്ടിയിരിക്കുന്നത്. അഭിനയിച്ച് തകർക്കാനുള്ള സാധനമൊന്നുമില്ല, സിറ്റുവേഷനിലുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷേ മമ്മൂട്ടി ഗോകുൽ സുരേഷ് തമ്മിലുള്ള കോമ്പിനേഷൻസ് പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു. ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിലും ഗോകുലിൻ്റെ പരിപാടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖൊക്കെ ചെറുതായിട്ട് വന്നു പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തൊക്കെ. അത് തമാശ രൂപത്തിലുള്ള പരിപാടികളൊക്കെ ആട്ടോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു സിദ്ദിഖിൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതിൻ്റെ അകത്തൊരു നടിയുണ്ട്, എനിക്ക് അവരുടെ പേരറിയില്ല, ഐ എം സോറി. നല്ല ക്യാരക്ടറാട്ടോ, കിടിലൻ ക്യാരക്ടറാണ്. അവർ നന്നായി ചെയ്തിട്ടുമുണ്ട്, ഉഗ്രനായിട്ട് അവർ ചെയ്തിട്ടുമുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ സിനിമ കാണും, വേറൊന്നും പറയുന്നില്ല. നന്നായി ചെയ്തിട്ടുണ്ട്. കാസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അവരവരുടെ പരിപാടികൾ നന്നായിട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മറ്റേ ഒരു നടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവരുടെ മമ്മൂക്ക് ഇവരുടെ കൂടെ പോയിട്ട് മറ്റേ ഇവരുടെ ഡാൻസ് പരിപാടി കാണാൻ വേണ്ടി പോകും. ആ പാട്ടൊക്കെ നല്ല രസമായിരുന്നു, തിയേറ്ററിൽ കേൾക്കാനൊക്കെ നല്ല രസമുള്ള മ്യൂസിക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ മ്യൂസിക്കും പരിപാടികളൊക്കെ പ്ലേസ് ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭീകരമായ ഫൈറ്റ് അല്ലെങ്കിൽ അതോ അടിച്ച് അങ്ങനെയല്ല. ഡൊമിനിക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ എന്താ എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. ആ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫൈറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്തും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ആ ഒരു ഫൈറ്റാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇത് അതിഗംഭീരമായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അയ്യോ തുടക്കം തൊട്ട് അവസാനം വരെ എൻഗേജിംഗ് ആയിട്ട് സീറ്റ് എഡ്ജിൻ്റെ അപ്പത്ത് കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ ഇരുത്തും എന്നൊന്നും പറയുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഗൗതം വാസുദേവ് മേനോൻ അയാളുടേതായിട്ടുള്ള രീതിയിൽ നല്ല രസകരമായിട്ട് വേറൊരു രീതിയിലാണ് മൂപ്പരത് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ, ആ ഒരു അപ്രോച്ച് ഈസ് ഡിഫറെൻറ്റ്. അത് ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ബോറടിപ്പിക്കുന്നില്ല. കോമിക് ആ ക്യാരക്ടറിൻ്റെതായിട്ടുള്ള പരിപാടികൾ എല്ലാ സാധനങ്ങളും വർക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ എൻഗേജിങ് ആവുന്നു, കൂടുതൽ സീരിയസ്നെസ്സിലേക്ക് വരുന്നു. കുറേ കാര്യങ്ങളുണ്ട്. എന്താ ഉണ്ടാവാൻ വേണ്ടി പോണേ ലാസ്റ്റ് എന്നുള്ളത് പോലും ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ കൊണ്ടുവന്ന ആ ചേഞ്ചസ്, GVM സംഗതി എടുത്തെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് അവസാനത്തേക്ക് ഒരു സാധനം കൊണ്ടുവരും. അത് വന്നൊരു രീതി കൊള്ളാം, അത് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. കൂടുതലൊന്നും പറഞ്ഞിട്ട് ഞാൻ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. സിനിമ കാണാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കൂ, കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിച്ച് പോയിക്കോളാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. GVM ഗൗതം വാസുദേവ് മേനോൻ. പുള്ളി ഇവിടെ ആസ് ആൻ ആക്ടർ സിനിമകളും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ആസ് എ ഡയറക്ടർ വെൽക്കം പാപ്പിക്കുട്ടി, വെൽക്കം. ധ്രുവനക്ഷത്രമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങട്ടെ, ആ കാര്യത്തിലൊന്നും ടെൻഷനേ അടിക്കേണ്ട. അത് എപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാലും ആളുകൾ പോയി കണ്ടോളും. തമിഴിൽ നിങ്ങൾ ഓൾറെഡി കഴിവൊക്കെ തെളിയിച്ചൊരു ആളാണല്ലോ. നിങ്ങളുടെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്, പണി അറിയാവുന്ന ഒരാളാണ്. ഓക്കെ, മലയാളത്തിൽ ഇനിയും സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഡൊമിനിക് നല്ലൊരു സ്റ്റാർട്ടായി, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി യങ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട്, യങ് ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ചില റൊമാൻറ്റിക് സ്റ്റാഫ്സ് അല്ലെങ്കിൽ തമിഴിൽ ചെയ്തു വെച്ചിട്ടുള്ള കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ പുതിയതായിട്ടുള്ള രൂപത്തിലൊക്കെ ഒന്ന് ചെയ്ത്, അതായത് അതേ കഥ എന്നല്ല,
എന്താ പറയുക, വേറൊരു അത്തരത്തിലുള്ള മൂപ്പരുടേതായിട്ടുള്ള ശൈലി ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. യങ്സ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇവിടെ ആക്റ്റീവ് ആവുക, അതായത് ഡയറക്ടർ ഇവിടെയും കൂടിയിട്ട് ആക്റ്റീവ് ആവുക GVM. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് മാത്രം കേട്ടോ, പുള്ളി കേൾക്കാനൊന്നും പോകുന്നില്ല, പുള്ളി ഒന്നും അറിയാൻ പോലും പോകുന്നില്ല ഈ പറഞ്ഞത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മാത്രം പോരാ, ഈ സബ്സ്ക്രൈബിൻ്റെ കൂട്ടത്തിൽ ഒരു മണിയും കൂടിയിട്ടുണ്ട്, അതും കൂടി ഒന്ന് അടിക്കുക കേട്ടാ. അപ്പോൾ ശരി എന്നാൽ.